സിന്ധു നദീജല കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാവാമെന്ന നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാൻ. ഇന്ത്യയ്ക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാദ്യമായാണ് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത്. കരാർ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള കത്തിലാണ് പാകിസ്ഥാന്റെ നിർദ്ദേശമെന്നാണ് സൂചന. കരാർ പുതുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നേരത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു. ഇത് പരിശോധിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിലാണ് ഉടമ്പടി ഒപ്പിട്ടത്. 9 വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമായത്. കരാർ പ്രകാരം സിന്ധു, ഝലം, ചെനാബ്, പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാന്, രവി, ബിയാസ്, സത്ലജ്, കിഴക്കൻ നദികൾ ഇന്ത്യക്ക്. അതിലെ ജലം ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ പ്രധാനമാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ശരിക്കും ഉലയ്ക്കും. ഇന്ത്യ മുന്നറിയിപ്പ് നൽകാതിരുന്നാൽ നദിയിലെ വെള്ളപ്പൊക്കം ജലബോംബായി പാകിസ്ഥാനിൽ കനത്ത നാശം വിതയ്ക്കും. സിന്ധു നദി ടിബറ്റൻ മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച ഇന്ത്യ വഴിയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത്. സിന്ധു നദീതടത്തെ അത്രയധികം ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സിന്ധു നദീതടത്തിലെ പ്രധാന കിഴക്കൻ പടിഞ്ഞാറൻ നദികളെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിഭജിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി നിലവിൽ വന്നത്. ഇതുപ്രകാരം കിഴക്ക് നിന്നുള്ള സത്ലജ്, രവി, ബിയാസ് എന്നീ നദികളിലെ വെള്ളം പ്രധാനമായും ഇന്ത്യക്കാണ്. പടിഞ്ഞാറ് നിന്നുള്ള നദികളിലെ വെള്ളത്തിനുള്ള അവകാശം പാകിസ്ഥാനും. രണ്ട് രാജ്യങ്ങളുടെ ജലത്തിന്റെ ആവശ്യകതയ്ക്കും കൃഷിക്കും ഈ സഹകരണം ഏറെ പ്രധാനവും സഹായകവുമാണ്. കാർഷിക, ഗാർഹിക, വ്യാവസായിക ഉപയോഗത്തിനും ജലവൈദ്യുത ഉൽപാദനത്തിനും ഈ നദികളിലെ വെള്ളം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഈ ഉടമ്പടിയിലുണ്ട്. ജലത്തിന്റെ ഉപഭോഗം ഇല്ലാതെ ജലവൈദ്യുത ഉൽപാദനം, ജലഗതാഗതം എന്നീ ഉപയോഗങ്ങൾക്കും ചില നിയന്ത്രണങ്ങളോടെ കൃഷിക്കും ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികൾ പരിമിതമായി ഉപയോഗിക്കാം. നദികളിൽ ഒഴുക്കു തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം ജലവൈദ്യുതി പദ്ധതികൾ നടപ്പിലാക്കാൻ. കരാറുമായി ബന്ധപ്പെട്ട ഡേറ്റ കൈമാറ്റം, പ്രശ്നപരിഹാരം തുടങ്ങിയുള്ള കാര്യങ്ങൾക്കായി പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ എന്ന പേരിൽ ഒരു സ്ഥിര കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട്. ഉടമ്പടി പാലിക്കാതെ വന്നാൽ ഏറ്റവും ഗുരുതരാഘാതം പാകിസ്ഥാനാണ് നേരിടേണ്ടി വരിക. സാമ്പത്തികവും കാർഷികവുമായ ആഘാതമാണ് പാകിസ്ഥാന് പ്രധാനമായും ഉണ്ടാവുക. പാകിസ്ഥാന്റെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളെ കാര്യമായി ബാധിക്കും. ആകെ ഒഴുകുന്ന ജലത്തിന്റെ 80% പാകിസ്ഥാനാണ് ലഭിക്കുന്നത്. ഇവയുപയോഗിച്ച് ജലസേചനം, കൃഷി, കുടിവെള്ളം തുടങ്ങിയ ആവശ്യങ്ങൾ പാകിസ്ഥാൻ നിറവേറ്റുന്നു. നദീതടത്തിന്റെ മുകൾ ഭാഗത്തുള്ള രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനിലേക്കുള്ള നദികളിലെ ജലപ്രവാഹം നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ സാധിക്കും. പടിഞ്ഞാറൻ നദികളിൽ നിന്നുള്ള വെള്ളത്തെ വളരെയധികം ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ കാർഷിക, വൈദ്യുതി മേഖലകൾ പ്രതിസന്ധിയിലാവുകയും കുടിവെള്ളക്ഷാമത്തിനും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാവുകയും ചെയ്യും. ഇതിനെല്ലാം ഉപരിയായി സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വരും. പാകിസ്ഥാന്റെ ദേശീയ വരുമാനത്തിന്റെ 23% കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത്. അനിയന്ത്രിതമായ ജല ഉപയോഗം ഉണ്ടായാൽ വെള്ളപ്പൊക്കത്തിലേക്കും പലയിടത്തെയും മണ്ണിന്റെ ഉപ്പിന്റെ അളവ് വർദ്ധിക്കുന്നത് പോലെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കും നയിക്കാം. പ്രദേശത്തെ ഉപജീവന മാർഗങ്ങളെയും ഇത് ദോഷമായി ബാധിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.